വെൽക്കം ബാക്ക് ടു അശ്വമേധം. സ്ഥലനാമ ചരിത്രം എഴുതിയ VVK വാലത്തിനെക്കുറിച്ചുള്ള ചിന്തകൾക്ക് ശേഷം അടുത്ത വ്യക്തിയെക്കുറിച്ചുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കാനായി ഈ വേദിയിലേക്ക് എത്തുന്നത് കായംകുളത്തിനടുത്ത് ചാരുമൂട് നിന്നും ശ്രീ ശശിധരൻ പിള്ളയാണ്. ശ്രീ ശശിധരൻ പിള്ള, ആദരവോടെ സ്വാഗതം. ചാരുമൂടും കറ്റാനത്തൊക്കെ വരാറുണ്ട്, നല്ല സ്ഥലമാണ്. അങ്ങ് എന്ത് ചെയ്യുമായിരുന്നു? മസ്കറ്റിലായിരുന്നു 25 വർഷം. അവിടെ ജോലിയായിരുന്നു 13 വർഷം. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ബിസിനസ്. അത് കഴിഞ്ഞ് 2000 നാട്ടിൽ വന്നു. 2005 ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകുന്നത്. ഞാൻ ആത്മീയതയിലേക്ക് വരുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളൊക്കെ ഭാഗവത സപ്തായജ്ഞത്തിന് ആചാര്യനായിട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ അത് പിന്നെ ബിസിനസ്സും ഉണ്ട് ചെറിയ രീതിയിൽ. പക്ഷേ മെയിനായിട്ട് ഞാൻ ഈ ഭാഗവത സപ്തായജ്ഞ ആചാര്യനായിട്ട് പോകുന്നത് അതൊരു ഈശ്വര നിമിത്തമാണ്. ഒരുപാട് ആളുകൾ വരാറുണ്ട്. ഇപ്പം കുറച്ച് കുറവാണ്, ആൾക്കാർക്ക് അതിനോടൊരു താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴേ. അപ്പോൾ വരുന്ന ആളുകളോടൊക്കെ പറയണം അശ്വമേധത്തിൽ പോയ കാര്യം. തീർച്ചയായിട്ടും പറയും. അവരോടെല്ലാം എപ്പിസോഡ് തീർച്ചയായിട്ടും പറയും. ഞാൻ കാണുന്നുണ്ട്. പണ്ട് നേരത്തെ എന്നും കാണുമായിരുന്നു. ഇപ്പം മിക്കവാറും ദിവസങ്ങളിൽ കാണുന്നുണ്ട്. അത് നല്ല കുടുംബം, വൈഫ് കൂടെ ഉണ്ട്. പിന്നെ എനിക്ക് 2 മക്കളാണ്. മകൻ ഇസാഫ് ബാങ്ക് എന്ന് പറഞ്ഞ മാനേജറാണ്. മകള് ഹൗസ് വൈഫ്. അവിടെ ഹസ്ബൻഡ് ഇപ്പോൾ മസ്കറ്റിലുണ്ട്. അവരും സുഖമായിട്ട് ജീവിക്കുന്നു. ഒരു വെളിച്ചവും തെളിച്ചവും ഒക്കെ മുഖത്തുണ്ട്, സന്തോഷത്തിൻ്റെ. അതിവിടെ വന്നതിൻ്റെയാണ്. അത് നമ്മൾ ദുഃഖിച്ചിരിക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. റെഡി ഫോർ ദ ഗെയിം സർ? ആദ്യ മേഖലയിൽ ചെറിയ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നുമില്ല, ഈസിയാണ്. ആദ്യ മേഖലയിലേക്ക് കം, ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. അങ്ങ് കണ്ടെത്തേണ്ടത് ഒരു വ്യക്തിയാണ്. സൂചനകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സൂചന 1973 എനിക്കൊരു വയസ്സുള്ളപ്പോഴാണ്. 1973 പത്മശ്രീ ലഭിച്ചു. ഇദ്ദേഹം ഭാഷയെ ആഴത്തിൽ സ്നേഹിച്ചു, കവിയായിരുന്നു. വയലാർ രാമവർമ്മ. രണ്ടാമത്തെ സൂചനയിലേക്ക് പോകാം സാർ. കവിയായിരുന്നു എന്നതുകൊണ്ട് കവി മാത്രം എന്നർത്ഥമില്ല, സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അടുത്ത സൂചനയിലേക്ക് പോകണോ? കുറച്ചുകൂടെ ക്ലാരിറ്റി. മൂന്നാമത്തെ സൂചന, അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് സാർ, മഹാനടൻ. നാലാമത്തെ സൂചനയിലേക്ക് പോവാം. അദ്ദേഹത്തിൻ്റെ മകൾ അകാലത്തിൽ അപകടത്തിൽ അന്തരിച്ചുപോയ കനകശ്രീയുടെ വിയോഗം അദ്ദേഹത്തെ ദുഃഖിതനാക്കി. ഉറക്കെ പറയൂ സാർ. തിക്കുറിശ്ശി സുകുമാരൻ നായർ, മലയാളത്തിൻ്റെ സരസവാചസ്പതിയായ സാക്ഷാൽ തിക്കുറിശ്ശി. അപ്പോൾ ശരിയായ ഉത്തരമാണ് സർ. ആൻഡ് അനിഷ പ്ലീസ്. ശ്രീ ജോ ആൻ്റണി, അദ്ദേഹം മനസ്സിൽ വിചാരിച്ച പേര് അപ്രൂഡ്. ആരംഭിക്കാം സർ. ആരംഭിക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. മലയാളി? അല്ല. ഇന്ത്യൻ? അതെ. സൗത്ത് ഇന്ത്യൻ? അല്ല. 1950 ശേഷം മരണം? അതെ. ആധ്യാത്മികതയുമായോ ആത്മീയ രംഗവുമായോ ബന്ധപ്പെട്ടതാണോ? അതെ. ആണ്. ഓ, അത് കൊള്ളാം. സാധാരണ ഞാനിങ്ങനെ ഒരു ഈ മുൻവിധിയുള്ള ഗസ് വർക്കുകൾ പലപ്പോഴും പിഴച്ചു പോകാറാണ് പതിവ്. പക്ഷേ താങ്കളുടെ കാര്യത്തിൽ അത് ശരിയായി. 1980 ശേഷം മരണം? അല്ല, അതിന് മുമ്പ്. എസ് എന്നാകും ഉത്തരമെന്ന മുൻധാരണ എനിക്കുണ്ടെങ്കിലും ചിലപ്പോൾ താങ്കൾ അതിവിദഗ്ധമായി എന്നെ കബളിപ്പിക്കുവാൻ വേണ്ടി മറ്റെന്തെങ്കിലും രീതിയിൽ ചിന്തിച്ചോ എന്നറിയണമല്ലോ. ഒരിക്കലും അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കണം. അത് ആത്മീയമായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്നതല്ല അശ്വമേധത്തിൽ. ആധ്യാത്മികമാകുമ്പോൾ നമ്മൾ അങ്ങനെ ചോദിക്കണം. അദ്ദേഹം ഒരു ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനോ ഹിന്ദു റിലീജിയസ് ലീഡറോ ആയിരുന്നോ? അതെ, ആയിരുന്നു. ഓക്കെ. ഈ നേരത്തെ നമ്മൾ മതപരം, ആത്മീയം, ആധ്യാത്മികം എന്നൊക്കെ ചോദിച്ചപ്പോൾ എസ് എന്ന് പറഞ്ഞല്ലോ. എൻ്റെ ചോദ്യം അത് സ്പിരിച്വാലിറ്റിയിൽ തന്നെ നിൽക്കുന്നതാണോ അതോ സ്പിരിച്വാലിറ്റി വിത്ത് പൊളിറ്റിക്സ്, രാഷ്ട്രീയവുമായി ചേർന്നുകൊണ്ടുള്ള ഒന്നുമല്ല? ഇല്ലായിരുന്നു. ഓക്കെ. ഒരു രാഷ്ട്രീയമില്ല. ഇല്ല. ഇപ്പോൾ രാഷ്ട്രീയവും മതവും തമ്മിലുള്ള വിശുദ്ധമായ ബാന്ധവത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. 10 ചോദ്യങ്ങൾ യജ്ഞം.
അദ്ദേഹം ഒരു കാഴ്ചപ്പാടുകളിൽ ഒരു വിപ്ലവകാരി ആയിരുന്നു. എന്ത് കാഴ്ചപ്പാടിലാണ്? വേണ്ട, അദ്ദേഹത്തിൻ്റെ ടോമിൽ, അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിൽ ഹി വാസ് നെവർ ബോൺ, ഹി നെവർ ഡൈഡ്, ഹി ജസ്റ്റ് വിസിറ്റഡ് ദ പ്ലാനറ്റ് എർത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ സാർ? ഇല്ല, അങ്ങനൊന്നും എഴുതി വെച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഓഷോ രജനീഷാണോ എന്ന് അറിയാനാണ് ഞാൻ ചോദിച്ചത്. ഇല്ല 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 അല്ല അല്ല സൗത്ത് ഇന്ത്യൻ അല്ല എന്ന് പറഞ്ഞു. അല്ല, സൗത്ത് ഇന്ത്യൻ അല്ല. 80-ന് മുമ്പാണെന്ന് പറഞ്ഞു. ഓ സോറി, അപ്പോൾ പിന്നെ ആ ചോദ്യത്തിൻ്റെ പ്രസക്തി ഇല്ല. അതെ, ഞാൻ എന്തിനാ അങ്ങനെ ചിന്തിച്ചത്? അദ്ദേഹം പുതുതായി എന്തെങ്കിലും പ്രസ്ഥാനം ആരംഭിക്കുകയോ എന്തെങ്കിലും മൂവ്മെൻ്റ് ആരംഭിക്കുകയോ ചെയ്തിട്ടുണ്ടോ? തുടങ്ങിയിട്ടുണ്ട്. അത് വനിതകൾക്ക് വേണ്ടിയായിരുന്നു പ്രധാനമായും? അങ്ങനൊന്നുമല്ല. അദ്ദേഹം പൊതുവെ ഞാൻ പറഞ്ഞല്ലോ ആത്മീയമായിട്ടൊരു അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പോൾ ബ്രഹ്മകുമാരി സഭയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാനാണ് ചോദിച്ചത്. ഒന്നുമല്ല. അല്ല. വീണ്ടും ഒരു മുൻധാരണ. അത് താങ്കളെക്കുറിച്ച് പറഞ്ഞൊരു കാര്യത്തിൽ നിന്നൊരു സംശയം തോന്നിയതുകൊണ്ട് ഒരു മുൻധാരണ ചോദിക്കുകയാണ്. അതിന് യെസ് അതാണ് ഉത്തരവെങ്കിൽ എനിക്ക് താങ്കളോട് സർപ്രൈസ് പറയാനുണ്ട്. അതിന് ആ ചോദ്യം ഇതാണ്: താങ്കൾ വിചാരിച്ച വ്യക്തി ഇനിഷ്യേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അദ്ദേഹം ഭാഗഭാക്കായ, അദ്ദേഹം ഒരു മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം നേതൃത്വം കൊടുത്തത്, അതിന് മായാപുരി, കൽക്കത്തയിലെ മായാപുരി എന്ന സ്ഥലവുമായാണോ ശക്തമായ ബന്ധമുള്ളത്? യെസ് ആണ്. അതെ അതെ, ആ സ്ഥലം മായാപുരിയാണ്. ആ സ്ഥലപ്പേര് എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് പോയില്ലേ? പോയി സാർ. ആളുടെ പേര് മനസ്സിലൊരു പേരേ ഉള്ളൂ സാർ. ആചാര്യ ഭക്തിവേദാന്ത പ്രഭുപാദ സ്വാമികളാണോ മനസ്സിൽ? താങ്ക് യു വെരി മച്ച്. AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ, ആത്മീയ ഗുരു, അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ സ്ഥാപകാചാര്യൻ. തന്റെ ആത്മീയ ഗുരുവിന്റെ ആഗ്രഹപ്രകാരം സന്യാസം സ്വീകരിച്ച് ഭക്തി പ്രസ്ഥാനത്തിലൂന്നി ജീവിതം പുനരാരംഭിച്ച ഭക്തിവേദാന്ത സ്വാമി ഇംഗ്ലീഷിൽ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നതിനുള്ള കൽപ്പനകൾ നടപ്പിലാക്കുന്നതിനായി വാർദ്ധക്യത്തിൽ തന്റെ 69-ാം വയസ്സിൽ കൊൽക്കത്തയിൽ നിന്നും ന്യൂയോർക്ക് നഗരത്തിലേക്ക് ഒരു ചരക്കു കപ്പലിൽ യാത്ര ചെയ്തു. ന്യൂയോർക്ക് നഗരത്തിലെ ഒരു പാർക്കിൽ അദ്ദേഹം കൃഷ്ണാവബോധ ക്ലാസുകൾ നൽകി. 1966-ൽ ചില ആദ്യകാല വിദ്യാർത്ഥികളുടെ സഹായത്തോടെ ഇപ്പോൾ ലോകമെമ്പാടും കേന്ദ്രങ്ങളുള്ള ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന സ്ഥാപനം സ്ഥാപിച്ചു. പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ സാർ, അത്ര പെട്ടെന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അല്ല സാർ, ഇത് പറയാൻ പെട്ടെന്ന് പറയാനുള്ള കാരണക്കാരൻ താങ്കളാണ്. കാരണം താങ്കളുടെ ഇപ്പോഴുള്ള പ്രധാന പ്രവർത്തനങ്ങൾ മുഴുവൻ ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്വാഭാവികമായ ഒരു പ്രിജുഡിസിലാണ് ആധ്യാത്മികത ചോദിച്ചത്. ഞാൻ സൂചിപ്പിച്ചു, വയോജനങ്ങളെ ആദരിക്കുകയാണ് നാളുകളിലേക്ക് സഞ്ചരിക്കുന്നവർക്ക് ഇന്നലകളിൽ നിന്ന് ഊർജം കിട്ടാനുള്ള പാഠം. പങ്കുവയ്ക്കപ്പെട്ട ആശയങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റേതാണ്. ഭഗവത്ഗീതയുടെ മഹത്വത്തെക്കുറിച്ച് പക്ഷേ യാതൊരു സംശയവും നമുക്കാർക്കുമില്ല. പോൾ ടിബറ്റ്സ് ആകട്ടെ, ബോംബർ പൈലറ്റായിരുന്ന പോൾ ടിബറ്റ്സ് ആകട്ടെ, റോബർട്ട് ഓപ്പൻഹീമർ ആകട്ടെ, അവരെല്ലാം പിന്നീട് ഭഗവത്ഗീതയിൽ നിന്ന് ദർശനങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ അലട്ടുന്നത്, ഭഗവത്ഗീതയുടെ മഹത്വത്തെക്കുറിച്ച് യാതൊരു സംശയവുമില്ലാതെ പറയട്ടെ, ഭഗവത്ഗീത ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നവർ, ഭഗവത്ഗീതയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെല്ലാം സത്യത്തിൽ ഗീതയുടെ അകമറിഞ്ഞവരാണോ? എൻ്റെ സംശയത്തിന് കാരണം ഇതാണ്. ഭഗവത്ഗീതയെ വല്ലാതെ കണ്ട് സ്നേഹിച്ച, പലപ്പോഴും ഒപ്പം കൊണ്ടു നടന്ന രണ്ടുപേരെ എനിക്കറിയാം. ഒന്നീ ലോകത്തിലെ ഏറ്റവും വലിയ വെളിച്ചം, ഒന്നീ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുട്ട്. ഭഗവത്ഗീതയെ കൊണ്ടു നടന്ന രണ്ടുപേർ. ഒരാളുടെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, മറ്റൊരാളിൻ്റെ പേര് നാഥുറാം വിനായക് ഗോഡ്സെ. ശുഭരാത്രി. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in.